എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? ശരിക്കും അർത്ഥപൂർണമായ ഒരു ജീവിതം. അതിനായി നമ്മൾ പല വഴികളും തേടാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ തൊട്ടരികിലുള്ള ഒരു സ്വർഗത്തെ നമ്മൾ കാണാതെ പോകുന്നു. ആ സ്വർഗത്തിലേക്കുള്ള താക്കോലാണ് വിജയകരമായ ഒരു ദാമ്പത്യ ജീവിതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ സുഖീ ജീവൻ കാ ആധാർ സഫൽ ദാമ്പത്യ എന്ന മൂല ഹിന്ദി ഗ്രന്ഥത്തിലെ അമൂല്യമായ അറിവുകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണ് വിജയകരമായ ദാമ്പത്യത്തിന്റെ രഹസ്യമെന്ന്. ഈ പുസ്തകം ദാമ്പത്യത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഈ ഒരു വാചകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതൊരു സാധാരണ ബന്ധമല്ല. ലോകത്തിലെ മറ്റു സൗഹൃദങ്ങളൊക്കെ ഒരുപക്ഷെ എന്തെങ്കിലും നേട്ടങ്ങളിൽ നിന്നായിരിക്കാം തുടങ്ങുന്നത്. പക്ഷെ ദാമ്പത്യം തുടങ്ങുന്നത് എനിക്ക് എന്ത് കിട്ടുമെന്ന ചിന്തയിലല്ല, മറിച്ച് എനിക്കെന്ത് കൊടുക്കാൻ കഴിയും എന്നതിലാണ്. ആത്മാവിൽ നിന്നുള്ള തുടക്കം പിന്നീട് ആത്മത്യാഗം കൊണ്ട് നനച്ചു വളർത്തുമ്പോൾ അത് സ്നേഹത്തിന്റെ ദിവ്യമായ ഒരു പൂവായി വിടരുന്നു. അപ്പോൾ എന്താണ് ദാമ്പത്യത്തെ ഇത്രയധികം സവിശേഷമാക്കുന്നത്? ഈ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് അത് വെറുമൊരു സാമൂഹിക ഉടമ്പടി മാത്രമല്ല. അതിനപ്പുറം രണ്ടാത്മാക്കൾ ഒരുമിച്ചു വളരാനും പരസ്പരം താങ്ങി നിന്നുകൊണ്ട് പൂർണ്ണത നേടാനുമായി തുടങ്ങുന്ന ഒരു ആത്മീയ യാത്രയാണത്. അതാണ് ഈ വിശുദ്ധമായ ഉടമ്പടിയുടെ കാതൽ. ഈ വ്യത്യാസം നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ കൂടുതൽ വ്യക്തമാവും. നോക്കൂ, സാധാരണ സൗഹൃദങ്ങൾ പലപ്പോഴും എന്തെങ്കിലും സ്വാർത്ഥമായ താൽപ്പര്യങ്ങളിൽ തുടങ്ങി സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുകയും ഒരുപക്ഷെ തകരുകയും ചെയ്യാം. എന്നാൽ ദാമ്പത്യമെന്ന ബന്ധം അങ്ങനെയല്ല. അതിന്റെ അടിത്തറ തന്നെ നിസ്വാർത്ഥതയാണ്. അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതും എളുപ്പത്തിൽ വേർപെടുത്താൻ കഴിയാത്തതുമായ ഒരു പവിത്രമായ ബന്ധമാണ്. എങ്കിലും നമ്മുടെ ഈ ലോകത്ത് ദാമ്പത്യത്തിൽ സന്തോഷം കൊണ്ടുവരുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ അവയിൽ ഭൂരിഭാഗവും വെറും മിഥ്യാധാരണകൾ മാത്രമാണെന്നാണ് ഈ ഗ്രന്ഥം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. എന്തൊക്കെയാണ് തെറ്റിദ്ധാരണകളെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും വലിയൊരു മിഥ്യാധാരണയാണ് പണം. ഒരുപാട് പണമുണ്ടെങ്കിൽ, എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം താനേ സന്തോഷം നിറഞ്ഞതാകുമെന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ സ്ഥാനത്ത് പണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് എന്നാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര സത്യമാണീ വാക്കുകൾ. പണത്തിന് പിന്നാലെ ഓടി സ്വന്തം പങ്കാളിയുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ സംസാരിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ സമയം കിട്ടാതെയാവുന്നു. അവസാനം അത് ബന്ധങ്ങളിൽ വലിയൊരു ശൂന്യതയുണ്ടാക്കുകയും സ്നേഹം കൊണ്ട് നിറയേണ്ട ദാമ്പത്യത്തെ പതിയെ പതിയെ വിഷമയമാക്കുകയും ചെയ്യുന്നു. പണം പോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന മറ്റു രണ്ട് മിഥ്യാധാരണകളാണ് ഉയർന്ന വിദ്യാഭ്യാസവും ശാരീരിക സൗന്ദര്യവും. ഇവ രണ്ടും നല്ല ദാമ്പത്യത്തിന് ആവശ്യമാണെന്ന് പലരും കരുതുന്നു. പക്ഷേ അവ മാത്രം മതിയാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതിതാണ്, വൈകാരികമായ പക്വതയും മൂല്യങ്ങളുമില്ലാത്ത വിദ്യാഭ്യാസം പലപ്പോഴും അഹങ്കാരത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴിവെക്കും. അതുപോലെ ആത്മാവിൽ സ്നേഹമില്ലാത്ത സൗന്ദര്യത്തിന് മാത്രം ഒരു ബന്ധത്തെ നിലനിർത്താൻ കഴിയില്ല. കാരണം പുറമേയുള്ള സൗന്ദര്യം കാലം കഴിയുന്തോറും മാഞ്ഞുപോയേക്കാം. എന്നാൽ ഉള്ളിലെ സ്നേഹമാണ് ഒരു ബന്ധത്തെ എക്കാലവും ഒരുമിച്ചു നിർത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ മിഥ്യാധാരണകളെയൊക്കെ മാറ്റി നിർത്തിയാൽ എന്താണൊരു ദിവ്യമായ ദാമ്പത്യത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം? കൊടുങ്കാറ്റുകളിലും പരീക്ഷണങ്ങളിലും തകരാതെ നിൽക്കുന്ന 4 ഉറപ്പുള്ള തൂണുകളെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ 4 തൂണുകൾ നമ്മുടെ ഓർമ്മയിൽ വയ്ക്കുക: ദിവ്യമായ സ്നേഹം, സമ്പൂർണമായ വിശ്വാസം, നിസ്വാർത്ഥമായ ത്യാഗം, പിന്നെ വൈകാരികമായ പക്വത. ഇവ 4ഉം ഒരുമിക്കുമ്പോഴാണ് ആത്മീയമായി വിജയകരവും സന്തോഷകരവുമായ ഒരു ദാമ്പത്യത്തിന്റെ അടിത്തറ ഉറയ്ക്കുന്നത്. നമുക്കിവ ഓരോന്നും എന്താണെന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ദിവ്യമായ സ്നേഹമാണ്. ഇത് വെറും ശാരീരികമായ ആകർഷണമോ സൗന്ദര്യത്തോടുള്ള താൽക്കാലിക ഇഷ്ടമോ അല്ല. അതിനപ്പുറം പരസ്പരം ആത്മാവിനെ മനസ്സിലാക്കുകയും സ്വന്തം സന്തോഷത്തേക്കാൾ പങ്കാളിയുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു ആത്മീയമായ നൂലാണ്. ഈ നിരുപാധികമായ സ്നേഹമാണ് മറ്റെല്ലാ നല്ല ഗുണങ്ങൾക്കും ജന്മം നൽകുന്നത്. രണ്ടാമത്തെ തൂണാണ് സമ്പൂർണമായ വിശ്വാസം. ദാമ്പത്യമെന്ന വീട് പണിയുന്ന ഉറച്ച തറയാണിത്. ഈ തറയിൽ സംശയത്തിന്റെയോ ഒളിച്ചുവെക്കലിന്റെയോ അഭിനയത്തിന്റെയോ ഒരു ചെറിയ വിള്ളൽ പോലും ഉണ്ടാകാൻ പാടില്ല. പങ്കാളിയുടെ മുന്നിൽ പൂർണ്ണമായും തുറന്നൊരു പുസ്തകമാകുമ്പോൾ ലഭിക്കുന്ന ആ ഒരു വൈകാരിക സുരക്ഷിതത്വം, അതാണ് ഈ തൂണിന്റെ ശക്തി.
മൂന്നാമത്തെ തൂൺ നിസ്വാർത്ഥമായ ത്യാഗമാണ്. ആത്മസമർപ്പണം എന്ന് കേൾക്കുമ്പോൾ സ്വയം ഇല്ലാതാവുക എന്നല്ല അർത്ഥം. ശരിക്കും പങ്കാളിയുടെ സന്തോഷത്തിനായി എന്തെങ്കിലും ചെയ്യുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തിയുണ്ട്. അതിന് മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയില്ല. പങ്കാളിയെ സേവിക്കുന്നത് ഒരു കടമ എന്നതിലുപരി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായി മാറുന്നത് അപ്പോഴാണ്. നമ്മളിപ്പോ ദാമ്പത്യത്തെ ശക്തിപ്പെടുത്തുന്ന തൂണുകളെക്കുറിച്ച് സംസാരിച്ചു അല്ലേ? എന്നാൽ ഈ ഉറപ്പുള്ള തൂണുകളെപ്പോലും കാർന്നു തിന്നാൻ കഴിവുള്ള ചില വിഷങ്ങളുണ്ട്. ആ ബന്ധത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഹൃദയത്തിലെ ആ വിഷങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമാണോ അതോ വിഷമാണോ വേണ്ടത് എന്നത് നമ്മുടെ മാത്രം തിരഞ്ഞെടുപ്പാണ്. ഇതൊന്ന് നോക്കൂ. ആരോഗ്യകരമായ ഒരു ഹൃദയം എപ്പോഴും പങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ, വിഷം നിറഞ്ഞ ഹൃദയം സ്വന്തം സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഒന്ന് മനസ്സിലാക്കാനും ക്ഷമിക്കാനും ശ്രമിക്കുന്നു, മറ്റൊന്ന് സംശയവും വെറുപ്പും മനസ്സിലിട്ട് വളർത്തുന്നു. ഒന്ന് താങ്ങും തണലുമാകുമ്പോൾ മറ്റേത് അവഗണനയും നിസ്സംഗതയും കൊണ്ട് മുറിവേൽപ്പിക്കുന്നു. ഈ വിഷയങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് സംശയം. ഒരു ചെറിയ സംശയത്തിന്റെ വിത്ത് മനസ്സിൽ വീണാൽ അതിനെ സ്നേഹവും സംഭാഷണവും കൊണ്ട് ഉടൻ തന്നെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ അത് വളർന്ന് വെറുപ്പിന്റെയും അവിശ്വാസത്തിന്റെയും ഒരു വലിയ വിഷവൃക്ഷമായി മാറും. ആ മരത്തിന്റെ തണലിലിരുന്ന് പിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. അവിടെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ആരോപണങ്ങളിലേക്കും വഴക്കുകളിലേക്കും നയിക്കും. അപ്പോൾ ഈ വിഷങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ഒഴിവാക്കി സ്നേഹത്തിന്റെ തൂണുകളിൽ നമ്മുടെ വീടിനെ എങ്ങനെ ഒരു സ്വർഗമാക്കി മാറ്റാം? അതിലേക്കുള്ള പ്രായോഗികമായ വഴികളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ യാത്ര തുടങ്ങുന്നത് ഞാൻ, നീ എന്നീ വാക്കുകളിൽ നിന്ന് മാറി നമ്മൾ എന്നൊരൊറ്റ വാക്കിലേക്ക് എത്തുമ്പോഴാണ്. അവിടെ പരസ്പരം വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും നമ്മൾ ആഴത്തിൽ ബഹുമാനിക്കാൻ പഠിക്കുന്നു. വഴിയിൽ സംഭവിക്കുന്ന ചെറിയ തെറ്റുകൾക്ക് ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ പഠിക്കുന്നു. കാരണം തെറ്റുകൾ മനുഷ്യസഹജമാണ്. പങ്കാളിക്ക് കേവലം ഭർത്താവോ ഭാര്യയോ മാത്രമല്ല, ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയും തളരുമ്പോൾ താങ്ങാകുന്ന ഒരു ശക്തിയുമായിരിക്കണം. പിന്നെ ഈ യാത്രയിൽ ഒരാൾക്ക് കൂടുതൽ വിവേകമുണ്ടെങ്കിൽ മറ്റേയാളുടെ കൈപിടിച്ച് സ്നേഹത്തോടെ വളർച്ചയിലേക്ക് നയിക്കേണ്ടത് അവരുടെ കടമയാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു വീട് സ്വർഗമായി മാറുന്നത്. ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും ശക്തമായൊരു ചിന്തയാണിത്. നമ്മൾ പലപ്പോഴും സന്തോഷം തേടി പുറം ലോകത്തേക്ക് ഓടുന്നു. എന്നാൽ യഥാർത്ഥ സ്വർഗം നമ്മുടെ വീട്ടിൽ തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് സത്യം മറന്നുപോകുന്നു. ആ സ്വർഗമാണ് വിജയകരമായ ഒരു ദാമ്പത്യം നൽകുന്ന അളവറ്റ സന്തോഷവും സമാധാനവും. ഇത് ബോധപൂർവമായ പരിശ്രമത്തിലൂടെ നമുക്കെല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ നമ്മുടെ വീട് പണിയുന്നത് എപ്പോൾ വേണമെങ്കിലും ഒലിച്ചുപോകാവുന്ന മണൽത്തരികൾ കൊണ്ടാണോ അതോ ശാശ്വതമായ സ്നേഹത്തിന്റെ ഉറച്ചടിത്തറയിലാണോ? ചുരുക്കത്തിൽ, വിജയകരമായ ഒരു ദാമ്പത്യം പടുത്തുയർത്തുന്നത് പണമോ സൗന്ദര്യമോ പോലുള്ള പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് ദിവ്യമായ സ്നേഹം, സമ്പൂർണമായ വിശ്വാസം, നിസ്വാർത്ഥമായ ത്യാഗം, പരസ്പര ബഹുമാനം എന്നീ ആന്തരിക മൂല്യങ്ങൾ കൊണ്ടാണ്. ഞാൻ എന്നതിനെ നമ്മൾ എന്നാക്കി മാറ്റി പരസ്പരം കടമകൾ സ്നേഹത്തോടെ നിറവേറ്റുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം ഭവനത്തിൽ ആഗ്രഹിക്കുന്ന ആ സ്വർഗം സൃഷ്ടിക്കാൻ കഴിയും.